ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മനം തുറന്നു, കൊതിപ്പിച്ചു കടന്നതെന്റെ കുട്ടനാട്ടുകാരി എന്നെ. ഇതൊക്കെ ശരിക്കും ആലപ്പുഴ, അതുപോലെ കുട്ടനാട്, ഇങ്ങനെ നാടുകൾ വർണ്ണിച്ചിട്ടാ. നമ്മുടെ പാലക്കാടിനെ വർണ്ണിക്കാൻ പാട്ടൊന്നുമില്ലേ മധുട്ടാ? പാട്ടുണ്ടോ? യെസ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇത് ആലപ്പുഴയും കുട്ടനാടും അല്ല, നമ്മുടെ പാലക്കാട് ടിപ്പു സുൽത്താന്റെ സ്വന്തം മണ്ണ്, അദ്ദേഹത്തിന്റെ കോട്ട. ഇവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് മധുവേട്ടനാണ്. മധുവേട്ടനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ്. മധുവേട്ടാ നമസ്കാരം. നമസ്കാരം. ശരിക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എങ്ങനെ അറിയപ്പെടുന്നത്? ഓക്കെ, അഭിനേതാവാനാണ് ആഗ്രഹം. യെസ്. മധുവേട്ടൻ നമ്മുടെ മണ്ണാർക്കാടിനടുത്തുള്ള തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് കാലങ്ങളായിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കലാകാരനാണ്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ്. മധുവേട്ടന് എന്താണ് ഈ അഭിനയത്തിനോട് ഇത്രയും താല്പര്യം? എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 9, 10 പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. എന്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ പ്രോത്സാഹനമായിട്ട് തന്നെ ലൈക്കും കമൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യായിരുന്നു. നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇത് മോശമായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ തോന്നി ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ. വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോത്സാഹനം സപ്പോർട്ടാണ്. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നത്, ഞാൻ ഹൗസ് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ജോലി ചെയ്യുന്നത്. കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ചെറുതായിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യും. കളർ ഉള്ളിലൊരു ടാലന്റ് ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പെയിന്റിംഗ് ചൂസ് ചെയ്തത്. അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് ഹൗസ് പെയിന്റിംഗ് ആണെങ്കിൽ പോലും പുള്ളിക്ക് വർണ്ണങ്ങളോട് ഒരു താല്പര്യമുണ്ട്. പിന്നെ അത് വേറെ കാര്യം കൂടി ഉണ്ട്. ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും, നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ആ അവസരം നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഇപ്പൊ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് നാളെ ലീവ് എടുത്ത് പോവാം. ഒരു സാലറിക്ക് കാത്തു നിൽക്കുന്നില്ല. ഡെയിലി പണിയെടുക്കുന്നു, വൈകുന്നേരം കാശ് കിട്ടുന്നു. പാടത്ത് പണി, വരമ്പത്ത് കൂലി. ഓക്കെ ഓക്കെ, ഫൈൻ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 മക്കളുണ്ട്, പെൺകുട്ടികളാണ്. പിന്നെ വൈഫുണ്ട്. വൈഫ് ഗൾഫിലാണ്. പിന്നെ അമ്മയുണ്ട്. ഓഹോ, സന്തോഷമായിട്ട് പോകുന്നു. അപ്പൊ ഈ ഗൾഫില് വൈഫും പിന്നെ ചെറിയ കുട്ടികളായിരിക്കില്ലേ ഇവരെ? എങ്ങനെ? കുട്ടികൾ വലുതാണ്. പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളാണ്. പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളാണ്. 2 പെൺകുട്ടികൾ പ്ലസ് 2 പഠിക്കുന്നു. അപ്പൊ വൈഫിന് ധൈര്യമായിട്ട് പോവാ പുറത്ത്. എന്താ അവര് ജോലി ചെയ്യുന്നത് അവിടെ? ഒരു കമ്പനിയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, കുട്ടികൾ സ്വന്തം കാര്യങ്ങൾ അച്ഛനെ നന്നായിട്ട് നോക്കും. കുക്കിംഗ് ഒക്കെ അറിയും കുട്ടികൾക്ക്? യെസ്. അപ്പൊ പിന്നെ ഫ്രീഡാണ്. ചേച്ചി വേണ്ട, അത് ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കും. ഓക്കെ. അപ്പോ ആക്ടിങ്ങിലേക്ക് വരാൻ നാടകം ഒരു കാരണമായി എന്ന് പറയുന്നുണ്ടല്ലോ. സിനിമയിൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? സിനിമയിലെ എക്സ്പീരിയൻസ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അസോസിയേറ്റ് ഡയറക്ടറാണ്